പ്രോഫറ്റ് മുഹമ്മദിന്റെ ഹൃദയവിശാലതയെ അടിസ്ഥാനമാക്കി മനോഹരമായൊരു കഥയുണ്ട്. ഉഗ്രൻ കഥയാണത്. പ്രവാചകൻ ഒരിക്കൽ ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്ന സമയത്ത് ഒരു പാവപ്പെട്ടവൻ ഒരു കുല മുന്തിരിയുമായിട്ട് വന്നു. ആ ദരിദ്രന്റെ എത്രയോ കാലമായിട്ടുള്ള മോഹമായിരുന്നു പ്രവാചകന് ഒരു സമ്മാനം കൊടുക്കുക എന്നത്. പ്രോഫറ്റ് മുഹമ്മദ് അതിൽ നിന്നും ഒരു മുന്തിരി വായിലിട്ടു. പിന്നെ രണ്ടാമത്തേതും മൂന്നാമത്തേതും അങ്ങനെ ഓരോന്നായി വായിലിട്ട് അത് മുഴുവൻ തിന്നു തീർത്തു. അയാൾ അത്യധികം സന്തോഷവാനായിരുന്നു. താൻ എത്രയോ കാലമായി ആഗ്രഹിച്ച് കൊടുത്ത ആ സമ്മാനം മുഴുവൻ പ്രവാചകൻ സ്വീകരിച്ചത് കണ്ട് അയാൾ ആഹ്ലാദത്തിന്റെ അങ്ങേ അറ്റത്തെത്തിയിരുന്നു. അയാൾ മടങ്ങിപ്പോയപ്പോൾ ആൾക്കൂട്ടത്തിൽ ഒരാൾ പ്രവാചകനോട് ചോദിച്ചു, പ്രിയപ്പെട്ട നബി തിരുമേനി, ഇതെന്താണ് ഇന്ന് അങ്ങേക്ക് പറ്റിയത് എന്ന്. തൻ്റെ കയ്യിൽ കിട്ടുന്നതെന്തും എല്ലാവരും കഴിച്ചതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ മാത്രം കഴിക്കുന്ന അങ്ങ് ഇന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. പ്രവാചകൻ ശാന്തമായി ഇങ്ങനെ മറുപടി പറഞ്ഞത്രേ, ആ പാവം അത്രമാത്രം ആഗ്രഹിച്ചാണ് ആ മുന്തിരിക്കുല എനിക്ക് തന്നത്. ആദ്യത്തെ മുന്തിരി ഞാൻ കഴിച്ചപ്പോൾ അത് വല്ലാത്ത പുളിപ്പും ചവർപ്പും ഉള്ള മൂപ്പെത്താത്ത മുന്തിരിക്കുലയാണെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി. അത് നിങ്ങൾക്ക് തന്നാൽ അയാളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ ആരെങ്കിലും അത് തുപ്പിക്കളയുകയോ അല്ലെങ്കിൽ അത് നല്ലതല്ല എന്ന് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തെ ഭാവം ഒന്ന് മാറുന്നത് പോലും അയാൾ കണ്ടാൽ ആ പാവത്തിൻ്റെ ഹൃദയം വേദനിക്കും. അതുകൊണ്ടാണ് ചവർപ്പും പുളിപ്പുമുള്ള ആ മുന്തിരി മുഴുവൻ നിങ്ങൾക്ക് തരാതെ സന്തോഷത്തോടു കൂടി ഞാൻ കഴിച്ചത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉത്തരം. ഇതൊരു വലിയ പാഠമാണ്. അതുകൊണ്ട് ഈ കോവിഡ് കാലത്ത് പരസ്പരം പരിഭവങ്ങൾ പറയാതെ നമുക്ക് പരസ്പരം ആശ്വാസമാവാം. ബി പോസിറ്റീവ് ആൻഡ് സ്മൈൽ. അപ്പോൾ ശുഭരാത്രി.